നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ചു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനലുകളുടെയും ലൈറ്റുകളുടെയും ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. അങ്കമാലിയുടെ ഒരു ഐഡന്റിറ്റി സത്യത്തിൽ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. മണലിപ്പുഴയിൽ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പെരിങ്ങൽകുത്ത് ഡാം സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള പുഴകളിലെ വെള്ളം വൈദ്യുതി ഉൽപാദനത്തിനായി പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇത് മറികടക്കാനായി പുതിയ സംരംഭങ്ങളും സംവിധാനങ്ങളും സാങ്കേതികതയും ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. പെരിങ്ങൽകുത്ത് ഡാം, പവർ ഹൌസ്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ മന്ത്രി സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. പെരിങ്ങൽകുത്ത് ഡാം പരിസരത്തുള്ള ഉപയോഗിക്കാത്ത ക്വാർട്ടേഴ്സുകൾ ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുമോ എന്നും പെരിങ്ങൽകുത്ത് ഡാമിന്റെ സംഭരണശേഷി സംബന്ധിച്ചും മന്ത്രി പരിശോധന നടത്തി. പെരിങ്ങൽകുത്ത് ഡാമിലെ പവർ ഹൌസിൽ നിലവിൽ 24 മെഗാവാട്ട് ശേഷിയുള്ള ഒരു പവർ പ്ലാന്റാണ് പ്രവർത്തിക്കുന്നത്. ഇത് 48 മെഗാവാട്ട് ശേഷിയുള്ള പവർ പ്ലാന്റായി ഉയർത്തുന്നതിന്റെ സാധ്യതയും മന്ത്രി പരിശോധിച്ചു. MLA സനീഷ് കുമാർ ജോസഫ്, KSEB ജനറേഷൻ വിഭാഗം ചീഫ് എഞ്ചിനീയർ G. അനിൽകുമാർ, KSEB ഡാം സൈറ്റ് ചീഫ് എഞ്ചിനീയർ ബിജു, പവർ ഹൌസ് നോഡൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീലേഖ, KSEB സിവിൽ ഇലക്ട്രിക്കൽ ഉന്നത ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ചു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം. കഴിഞ്ഞ ഓണക്കാലത്താണ് സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നത്. ഇത് വൈകിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. 3 ലക്ഷം രൂപ വരെയാണ് ധനസഹായം. ഫേസ്ബുക്കിലൂടെ കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപിയാണ് ധനസഹായം പ്രഖ്യാപിച്ച വിവരം പങ്കുവച്ചത്. മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് ഫണ്ട് ലഭ്യമാകാൻ കാലതാമസം എടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാവിയിൽ ഇത്തരം പദ്ധതികളിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പിന്റെയും അണ്ടർടേക്കിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫണ്ട് പൂർണ്ണമായി അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ പൊന്നോണത്തിന് പുലിക്കളിയുടെ വർണ്ണപ്പൊലിമ കൂട്ടാനും നമ്മുടെ തനത് സംസ്കാരത്തെ ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിർത്താനും ഈ തുക വലിയൊരു കരുത്താകും. സാംസ്കാരിക നഗരത്തിന്റെ അഭിമാനമാണ് പുലിക്കളി. അതിനെ നെഞ്ചിലേറ്റാൻ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ട്, സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂരിന്റെ സാംസ്കാരിക പെരുമയ്ക്കും ഈ കലാരൂപത്തിനും ഒരു തടസ്സവും വരാൻ പാടില്ല എന്ന ആഗ്രഹത്തോടെ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭ്യമാക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനലുകളുടെയും ലൈറ്റുകളുടെയും ഉദ്ഘാടനം വൈദ്യുതികാര്യ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു, എന്നാൽ ഉൽപാദനം കുറയുന്നു. അവിടെയാണ് നമ്മൾ പ്രകൃതിദത്തമായ പ്രകാശത്തിന്റെ ഊർജം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വൈദ്യുതിയുടെ 20 മുതൽ 30% വരെ മാത്രമേ ഇവിടെ ഉൽപാദനം നടക്കുന്നുള്ളൂ എന്നും ബാക്കിയുള്ള വൈദ്യുതി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് പോകുന്നതെന്നും ഈ സാഹചര്യത്തിൽ സോളാറിന്റെ ഉപയോഗം വളരെ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. 650 മെഗാവാട്ടിന്റെ സോളാർ പാനലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്
എന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജോർജ് പാലക്കാപ്പള്ളി പറഞ്ഞു. വികാരി ജനറൽ മോൺസിഞ്ഞൂർ ആൻഡോ ചേരാതുരുത്തി, സനീഷ് കുമാർ ജോസഫ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KS സഹിത, വിജി റെജി, ഫാദർ വർഗീസ് പൊന്തേപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ആശുപത്രിയുടെ നവതി ആഘോഷ സമാപനം ഓഗസ്റ്റ് 8-ാം തീയതി ശനിയാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജോർജ് പാലക്കാപ്പള്ളി പറഞ്ഞു. ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. അങ്കമാലിയെ ഞങ്ങളെല്ലാം അങ്കമാലിക്കാരല്ലാത്ത പുറം ലോകം അറിയുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം, സ്ഥാപനം ഇതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ഥാപനം അതിന്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുന്നു. അതിനിടയിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കെല്ലാം, പ്രത്യേകിച്ച് എനിക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഇവിടെ ആരംഭിക്കുന്ന ഈ സോളാർ പദ്ധതി. അത് പ്രത്യേകമായി നാടിന് സമർപ്പിക്കുന്നതിൽ, ഈ സ്ഥാപനത്തിന് അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം വൈദ്യുതിയുടെ ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ നമ്മളൊക്കെ സാമൂഹ്യപാഠ ക്ലാസ്സുകളിൽ പഠിച്ചത് വാട്ട് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അതിനുത്തരം ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ആഹാരം വേണം, വീട് വേണം, വസ്ത്രം വേണം. അതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടിയന്തര അത്യാവശ്യ കാര്യങ്ങളെങ്കിൽ നൗ ഇറ്റ് ഈസ് ചേഞ്ച്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നൗ ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. ഇന്ന് ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം, അതുപോലെ തന്നെ ഊർജം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. മണലിപ്പുഴയിൽ കാർ ഒഴുകിപ്പോയി, ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിലാണ് അപകടം. ചാവക്കാട് മന്ദരാംകുന്ന് മുതലക്കുളങ്ങര ചാലിൽ ബഷീറിന്റെ മകൻ 22 വയസ്സുള്ള സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. നിറഞ്ഞൊഴുകുന്ന പുഴ ശ്രദ്ധയിൽപ്പെടാതെ വളവിൽ കാർ നേരെ പുഴയിലേക്ക് ഓടിക്കുകയായിരുന്നു. ടോൾ ഒഴിവാക്കുന്നതിനായിട്ടാണ് സിനാൻ മടവാക്കര വഴി യാത്ര ചെയ്തത്. ചാവക്കാട് നിന്നും ആലുവയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ആലുവയിൽ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയാണ് സിനാൻ. കോളേജിലേക്ക് പോകുന്നതിനിടെ വളവുള്ള ഭാഗത്ത് നിയന്ത്രണം വിട്ട് കാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയ സിനാനെ തൊട്ടുപുറകിൽ വന്നിരുന്ന കാർ യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. പുറകിൽ വന്നിരുന്ന വാഹനയാത്രികർ ചേർന്ന് കയർ കെട്ടി കാർ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പേ കാർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. പവന് 1280 രൂപയാണ് വർദ്ധിച്ചത്. 1,06,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 160 രൂപയാണ് വർദ്ധിച്ചത്. 13,360 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $80 താഴെ എത്തി നിൽക്കുകയാണ്. കൂടാതെ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ മാറ്റം വരുത്താതിരുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്ക ഇറാൻ സംഘർഷ അയവ് വന്നതാണ് എണ്ണവില കുറയാൻ കാരണം. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. അപകടം പതിയിരിക്കുന്ന MC റോഡിലെ മരണക്കുഴി അടിയന്തരമായി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ അങ്കമാലി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു.
കാലവർഷം ശക്തിപ്പെട്ടതോടെ അങ്കമാലി കാലടി റോഡിൽ സിഗ്നൽ ജംഗ്ഷൻ മുതൽ വേങ്ങൂർ ഭാഗം വരെയും മറ്റൂർ കരിയാട് റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോ നിമിഷം പിന്നിടുമ്പോഴും കുഴികളുടെ വ്യാസം കൂടുകയും എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാതെ നിത്യേന നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് വാഹനം വെട്ടിച്ചു മാറ്റുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിൽ തട്ടിയുള്ള അപകടവും പതിവാണ്. ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. അടിയന്തരമായി കുഴികൾ അടച്ച് അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉപരോധ സമരം CPM ഏരിയ സെക്രട്ടറി KP രജീഷ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ബിജു പൗലോസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി സജി വർഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജീമോൻ കുര്യൻ, ഗ്രേസി ദേവസി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, സ്ഥിരം സമിതി അധ്യക്ഷ വിനീത ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് മെയിന്റനൻസ് ഡിവിഷൻ എറണാകുളവുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മരണക്കുഴികൾ ഉടൻ അടയ്ക്കുക. സമരത്തിന്റെ രൂപം മാറും. ശക്തമായ സമരപരിപാടിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴക്കെടുതിയിൽ വലഞ്ഞ കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. നേരത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഒഴിവാക്കി. നേരത്തെ 9 ജില്ലകളിൽ തീവ്ര മഴയാണ് പ്രവചിച്ചിരുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് 7 ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളിയാഴ്ച മലബാർ മേഖലയിലാണ് തീവ്രമഴ പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അങ്കമാലി ബ്ലോക്ക് റൈറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ എഴുത്തുകാരുടെ കൂട്ടായ്മയും MK സാനു അനുസ്മരണവും സംഘടിപ്പിച്ചു. കവി ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ ഉദ്ഘാടനം ചെയ്തു. കഥാകൃത്തും ചരിത്രകാരനുമായ വർഗീസ് അങ്കമാലി അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ പോൾ തേലക്കാട്ട്, ഫോറം കൺവീനർ TM വർഗീസ്, എഴുത്തുകാരായ ജോം G ജോസ്, പാലോട്ട് ജയപ്രകാശ്, KJ അലോഷ്യസ്, കുൽസം കബീർ, മാത്യൂസ് മഞ്ഞപ്ര, MP സഹദേവൻ, ഷൈജോ രവീന്ദ്രൻ, നോബി തോമസ്, VV ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലതിക ശശികുമാർ, അംഗങ്ങളായ KP അയ്യപ്പൻ, ജയ ഫ്രാൻസിസ്, സീന ദേവസിക്കുട്ടി, പുഷ്പകല തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. പണം വെച്ച് ചീട്ടുകളിക്ക് കയറുന്ന 8 സംഘത്തെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച രാത്രി 8:30 കട്ടപ്പുറത്തുള്ള വീട്ടിനുള്ളിൽ പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന സംഘമാണ് പിടിയിലായത്. മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം ദേശം കിഴക്കുംകര വീട്ടിൽ 49 വയസ്സുള്ള ഷിബു, മൂത്തകുന്നം മാടപ്ലാത്തുരുത്ത് ചെരമാന്തുരുത്തി വീട്ടിൽ 46 വയസ്സുള്ള ഹെൽബിമോൻ, പുത്തൻവേലിക്കര എലന്തിക്കര തെക്കിനേത്ത് വീട്ടിൽ 32 വയസ്സുള്ള നിബി, മൂത്തകുന്നം മാടപ്ലാത്തുരുത്ത് കുഞ്ഞേലിപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള സിനോസ്, മേത്തല കണ്ണംകുളം കരിയേഴത്ത് വീട്ടിൽ 39 വയസ്സുള്ള ഡാനിഷ്, സാമ്പാളൂർ വില്ലേജ് കാവാലപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ടെറൻസ്, മേത്തല കൊടുങ്ങല്ലൂർ കുഴിക്കണ്ടത്തിൽ വീട്ടിൽ 40 വയസ്സുള്ള ഹനീസ്, കരുമല്ലൂർ വില്ലേജ് മാനാലിദേശം കോരാട്ടിപ്പള്ളം വീട്ടിൽ 37 വയസ്സുള്ള ഷിയാസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 57,150 രൂപ പിടിച്ചെടുത്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ N ഹബീബുള്ള, സബ് ഇൻസ്പെക്ടർമാരായ അരുൺകുമാർ, CS സുമേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ KS അരുൺ, ആന്റണി ജിതിൻ, വിഷ്ണു ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാലക്കുടി നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 5-7 ക്ലാസുകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്നവരും കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയോ അതിൽ കുറവോ ഉള്ളതുമായ വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവരുടെ രക്ഷിതാക്കൾ ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പുകളും നിലവിൽ പഠിക്കുന്ന സ്കൂളിന്റെ വിവരങ്ങളും സഹിതം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480 2960 400
8075694117 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര ധനസഹായം അനുവദിച്ചു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രഖ്യാപനം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആശുപത്രിയിൽ സ്ഥാപിച്ച സോളാർ പാനലുകളുടെയും ലൈറ്റുകളുടെയും ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. ഞാനിപ്പോൾ ആലോചിച്ചത് അങ്കമാലിയുടെ ഒരു ഐഡന്റിറ്റി സത്യത്തിൽ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. മണലിപ്പുഴയിൽ കാർ ഒഴുകിപ്പോയി. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.